ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ശിഷ്യത്വ പാഠങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. കർത്താവിൻ്റെ ദാസി ഓർപ്പിച്ചതുപോലെ നമ്മുടെ 34-ാമത്തെ ധ്യാനമാണ്. നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ വിശ്വസിപ്പാൻ അവിടുന്ന് നമുക്ക് കൃപ തന്നു. വിശ്വാസത്താലാണ് വിശുദ്ധനായ ദൈവം നമ്മളെ നീതീകരിച്ചത്. അതിനകത്ത് നമുക്ക് ആർക്കും തർക്കമില്ല. രക്ഷ വിലയേറിയതാണ്. ദൈവത്തിന് ഇറ്റ് കോസ്റ്റ് ഗോഡ്. എന്നാൽ നമുക്ക് സൗജന്യമായിരുന്നു രക്ഷ. എന്നാൽ നീതീകരിക്കപ്പെട്ടവർക്ക് വിശുദ്ധീകരണത്തിൻ്റെ പാത എന്ന് പറയുന്നത് ഇറ്റ് വിൽ കോസ്റ്റ് us everything. ഞാനത് ആമുഖമായി എനിക്ക് പറയാൻ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത വന്നു. പലപ്പോഴും ആ ഭാഗം സുവിശേഷം നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ മറച്ചു വെക്കാറുണ്ട്. മറച്ചു വയ്ക്കുന്നതല്ലായിരിക്കാം, നമ്മൾ ആ ഭാഗം എങ്ങനെയോ അത് മാറ്റിവെക്കാം. അതുകൊണ്ട് പൊതുവെ ആളുകളുടെ ചിന്ത സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ യാഗമരണം വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാം. രക്ഷിക്കുന്ന വിശ്വാസമാണ് വ്യാപരിച്ചതെങ്കിൽ, സേവിങ് ഫെയ്ത്ത് ആണെങ്കിൽ, ആ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ് അനുദിനം ആ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ തന്നെ ആ പാതയിൽ നടക്കും. യാതൊരു തർക്കവും വേണ്ട. ആ പാത ഇറ്റ് വിൽ കോസ്റ്റ് us everything. അതാണ് ഡിസൈപ്പിൾഷിപ്പിൻ്റെ പാത. അതാണ് ഞെരുക്കമുള്ള വഴി. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്നതാണ് ഗിരിപ്രഭാഷണത്തിൻ്റെ ഉപസംഹാരത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഇതിന് ശേഷം ഓൺലൈനിൽ ഇതിൽ കേൾക്കാൻ പോകുന്ന സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് തെറ്റിദ്ധാരണയിലാണ്. വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ പിന്നീട് അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇഷ്ടമെന്ന് പറയുന്നൊരിഷ്ടം രക്ഷിക്കപ്പെട്ടവർക്കില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്വർഗത്തിൽ പോവുകയാണ്, കർത്താവ് എൻ്റെ നാഥനും കർത്താവുമാണ് എന്ന് പറഞ്ഞേച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് ജീവിക്കുന്ന ആ ജീവിതം ഒരു ട്രൂ ക്രിസ്ത്യൻ്റെ, ഒരു ജെനുവിൻ ഡിസൈപ്പിളിൻ്റെ ജീവിതമല്ല. ലൂക്കോസ് 9 നമ്മൾ അല്പനാളുകളായിട്ട് ധ്യാനിക്കുകയാണ്. അതിന് 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ 9-ന്റെ 23 മുതൽ 26 വരെയുള്ള വചനങ്ങൾ മറക്കരുത്. കർത്താവിൻ്റെ ശിഷ്യനാകുവാനായി ഒരാൾ ആഗ്രഹിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുക. കണ്ടിന്യൂസ്ലി ഫോളോയിങ് ജീസസ്. അവിടുന്ന് പഠിപ്പിച്ച പാഠങ്ങളും അവിടുത്തെ ജീവിത ശൈലിയും തിരുവെഴുത്തിൽ നിന്ന് ഗ്രഹിച്ച് ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുന്നതാണ് ട്രൂ ഡിസൈപ്പിൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പെർഫെക്റ്റ് ആണ് എന്നല്ല.
സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം ഒരു പ്രോസസ്സാണ്. നമ്മുടെ മരണ ദിവസം വരെ ഇത് മുന്നോട്ട് പോകുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പെർഫെക്റ്റ് അല്ല എന്ന് അതിൽ അന്തർലീനമായി ആശയമുണ്ട്. പെർഫെക്റ്റ് അല്ല, but we are moving towards perfection. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുദിനം അനുരൂപമാകുകയാണ്. ആ സ്വഭാവം ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ നിർദ്ദേശങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന അനുഭവം അത് അല്പം ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. നമ്മളിൽ തന്നെ അതിന് ശക്തിയില്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ആവശ്യമാണ്. ആത്മാവിൻ്റെ നിയന്ത്രണത്തിലൂടെ, ശക്തിയിലൂടെയാണ് നമുക്ക് ആ പ്രാക്ടിക്കൽ ലൈഫ് സാധിക്കുന്നത്. ആത്മരക്ഷ സൗജന്യമാണ്. കർത്താവിനെ അനുഗമിക്കുന്നത് വില കൊടുക്കേണ്ടതാണ്. ആ കാര്യം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. 46 മുതലുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വായിച്ചു, എന്നാലും ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. അതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. അവരിൽ വെച്ച് 6 വലിയവൻ എന്ന് ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. യേശു അവരുടെ ഹൃദയ വിചാരം കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി. ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളും. എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളും. നിങ്ങളെല്ലാവരിലും ചെറിയവനായവൻ അത്രേ വലിയവൻ ആകും എന്ന് അവരോട് പറഞ്ഞു. 49ാം വാക്യം, നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളോടുകൂടി നിന്നെ അനുഗമിക്കായകയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട്, വിരോധിക്കരുത്. നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഗലീലയിലെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ ഷോർട്ട് ടീച്ചിങ്ങുകൾ കർത്താവ് തരികയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു കർത്താവിൻ്റെ ഐഡന്റിറ്റി ശിഷ്യന്മാർക്ക് മനസ്സിലായി. അത് 20ാം വാക്യത്തിലുണ്ട്. പക്ഷെ അവിടുത്തെ മിഷനെ കുറിച്ച് വേണ്ട നിലയിൽ അവർക്ക് ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് അവരുടെ ഇടയിൽ വിഷയങ്ങൾ ഇപ്പോൾ ഉണ്ടാകുകയാണ്. അതിനുള്ള ടീച്ചിങ്ങുകളാണ്, അവരെ തിരുത്തുന്ന അനുഭവങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം 46 മുതൽ 50 വരെയുള്ള ഈ വേദഭാഗം 2 സംഭവങ്ങളെയാണ് രേഖപ്പെടുത്തുന്നത്. ഈ 2 സംഭവങ്ങളുടെ മുഖ്യമായ വിഷയം എന്ന് പറയുന്നത് താഴ്മയുടെ പ്രാധാന്യതയ്ക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഇൻസിഡന്റ് 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിലാണ് അവരുടെ ഇടയിൽ ഒരു വാദം ഉണ്ടായത്. അവരിൽ ആരാണ് ദൈവരാജ്യത്തിൽ വലിയവൻ? അവർ വിശ്വസിക്കുന്നു ദൈവരാജ്യം അക്ഷരീകമായി ഭൂമിയിൽ ഇപ്പോൾ വെളിപ്പെടും. യേശുക്രിസ്തുവാണ് മശിയ എന്നുള്ളത് അവരേറ്റു പറഞ്ഞു. കർത്താവ് തന്നെ പറഞ്ഞു അതൊരു വെളിപ്പാടാണ്. പക്ഷെ യേശു ഈ ഒന്നാമത്തെ വരവിൽ അവിടുന്ന് കഷ്ടങ്ങൾ അനുഭവിക്കും, യാഗമായി തീരും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഗ്രഹിക്കാതെ അക്ഷരീകമായ ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ അവർക്ക് ഉന്നതമായ പദവികൾ ലഭിക്കുമെന്നുള്ള
കാഴ്ചപ്പാടിലാണ് അവർ നിൽക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് അവരുടെ ഇടയിൽ തർക്കമുള്ളത്. ആ ദൈവത്തിന്റെ ഭരണത്തിൽ, ദൈവത്തിന്റെ രാജ്യത്തിൽ ആരാണ് അവരിൽ വലിയവൻ? അപ്പൊ ഇവിടെ ഇത് വ്യക്തിഗത ഒരു നിഗള മനോഭാവമാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ഇൻസിഡന്റ് 49-50 വാക്യങ്ങളിലാണ് നമ്മൾക്ക് കാണാൻ കഴിയും. അവർ മറ്റൊരാളിന്റെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് ഒരു സമൂഹ നിഗളമാണ് കാണുന്നത്. ഗ്രൂപ്പ് പ്രൈഡായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടയാളല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ തടസ്സപ്പെടും. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചിന്തിച്ചതാണ്, കർത്താവ് കഫർനഹൂമിൽ ഒരു പക്ഷെങ്കിൽ പത്രോസിന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിൽ ആകാനാണ് സാധ്യത. ഗലീലയിലെ ശുശ്രൂഷയിൽ കഫർനഹൂമായിരുന്നു കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അങ്ങനെ ഈ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ പീറ്ററിൻ്റെയോ ആൻഡ്രൂവിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പൈതലായിരിക്കാനുമാണ് സാധ്യത. അവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. നിഗമനങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു മനോഭാവം 46 നമ്മൾ കാണുന്ന, അവരിൽ വെച്ച് ആർ വലിയവൻ എന്ന് ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. അവരുടെ ആ നിഗള മനോഭാവമാണ്. വേണ്ട നിലയിൽ കർത്താവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് അവർക്ക് ബോധ്യം ഇപ്പോൾ ഇല്ല. അവർ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. അവരുടെ ഒരു കൾച്ചർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിലെ യഹൂദ മത നേതൃത്വത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു സെൽഫ് പ്രൊമോഷനാണ് ഇപ്പോൾ ഇവരിലും റിഫ്ലക്റ്റ് ആകുന്നത്. സ്പിരിച്വലായിട്ട് കൂടിയ ആളുകളാണെങ്കിൽ അവരവരെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന അനുഭവങ്ങൾ ഫരീസേരുടെ കൂട്ടത്തിലും ശാസ്ത്രിമാരുടെ കൂട്ടത്തിലും ഈ റബിമാരൊക്കെ ഇത് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ കൾച്ചറൽ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ടും ഇവർ ഈ നിലയിൽ അവരുടെ ആ ജഡ സ്വഭാവം വെളിപ്പെടുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ പറയാം, 9:23 മുതലുള്ള വാക്യങ്ങൾ ക്ലാസ്സൊക്കെ ഇവർ കേട്ടതാണ്. അത് പറഞ്ഞതിൻ്റെ പഠിച്ചതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ ഇവർ പ്രവർത്തിക്കുന്നത്. കാരണം ഇവർക്ക് ഈ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. 22-ാം വാക്യത്തിലാണ് കർത്താവ് ആദ്യമായിട്ട് ക്രൂശിക്കപ്പെടാൻ പോകുന്നു, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. മാത്യു 16 മുതലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. പീറ്ററിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കർത്താവിനെ ശാസിച്ചു. കർത്താവ് തിരിഞ്ഞ് പീറ്ററിനെ ശക്തമായ നിലയിൽ ശാസിച്ചു. അത് കഴിഞ്ഞ് കർത്താവ് പറയുന്നതിൻ്റെ ആശയം ഇതാണ്: പീറ്റർ, എനിക്ക് മാത്രമല്ല ക്രോസ്, എന്നെ ആരെങ്കിലും അനുഗമിക്കാൻ ഇഷ്ടപ്പെട്ടാൽ അവർക്കും ക്രോസ് ഉണ്ട്. യു കനോട്ട് അവോയ്ഡ് ദ ക്രോസ്. ഐ ആം ഗോയിങ് ടു ജെറുസലേം. എൻ്റെ പിന്നാലെ വരുന്ന ആളും നിന്ദയും കഷ്ടവും അപമാനവും ഇതെല്ലാം അനുഭവിക്കേണ്ട ഒരു യാത്രയാണ് ശിഷ്യത്വ യാത്ര. അപ്പൊ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ല. കാരണം അവര് പഠിച്ചു വെച്ചിരിക്കുന്നത് മറ്റ് ഒരു കാര്യമാണ്. അതൊക്കെ നമ്മൾ ചിന്തിച്ചതായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പൊ 46-ാം വാക്യത്തിലാണ് ഇവരുടെ ഈ വാദത്തെക്കുറിച്ച് പറയുന്നത്. 44-ാം വാക്യത്തിലും കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് രണ്ടാമത് കർത്താവ് എടുത്തു പറയുന്നുണ്ട്. 51-ാം വാക്യത്തിൽ 51 മുതലാണ് ജെറുസലേമിലേക്കുള്ള യാത്ര. 44-ൽ സെക്കൻഡ് ടൈം ഹിസ് സ്പീക്കിംഗ് അബൌട്ട് ഹിസ് പാഷൻ. 51st വേഴ്സിൽ he set his face towards Jerusalem എന്ന് നമ്മൾ കാണുന്നു. ഇതിനിടയ്ക്കുള്ള ആ വേദഭാഗത്തിലാണ് ഇവരുടെ ഈ വലിയവൻ എന്നുള്ള
തർക്കം വെളിപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറയാത്ത ഒരു കാര്യം പറയാം. വലിയവൻ, ഗ്രേറ്റസ്റ്റ് എന്നുള്ള ആ ഒരു പ്രയോഗം കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്? അല്ല, ഞങ്ങളിൽ ആർക്കാണ് കൂടുതൽ അധികാരം? ഞങ്ങളിൽ ശരിക്കും മൂല്യം ആർക്കാണ്? ഹു ഇസ് മോർ വാല്യുബിൾ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ദൈവത്തിന് ഞങ്ങളിൽ ആരെയാണ് കുറച്ചുകൂടെ ഇഷ്ടം? ഞങ്ങളിൽ ആരാണ് ദൈവത്തിന്റെ ഫേവററ്റ്? ഇതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആശയങ്ങൾ. അങ്ങനെ അവർ തമ്മിൽ തർക്കം ആയി. അവർക്ക് ഹൂ ഇസ് സുപ്പീരിയർ എന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഇതൊന്ന് കാണാൻ ഒക്കുമെങ്കിൽ, ഒരു ആർഗ്യുമെന്റ്, ഒരു വാദം ഏതായാലും ഒറ്റയ്ക്കിരുന്ന് ആർഗ്യൂ ചെയ്യാനൊന്നും നോക്കത്തില്ല. ഒറ്റയ്ക്ക് ആരും ആർഗ്യൂ ചെയ്യാറില്ല. ഇവർ തമ്മിൽ, കാരണം എവ്രി വൺ ഫീൽസ് ദാറ്റ് ദേ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ. 12 പേരിൽ എല്ലാവർക്കും അവരുടെ ഉള്ളിലെ മനോഭാവം അവരാണ് സുപ്പീരിയർ എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് ചിന്തിച്ചതാണ്. ഇതിൻ്റെ കാരണം ആ നിഗള മനോഭാവമാണ്. അപ്പൊ ഇത് ദൈവമക്കൾ മനസ്സിലാക്കണം. ഈ നിഗള മനോഭാവമാണ് പിശാച് മുതലെടുത്ത് സഭകളെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഈ നിഗള മനോഭാവം നിമിത്തമാണ് കുടുംബങ്ങൾ തകരുന്നതായി കാണുന്നത്. റിലേഷൻഷിപ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ തകർന്ന് തരിപ്പണമാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ ഈ പാഠം വളരെ ഒരു വിലപ്പെട്ട ഒരു പാഠമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി, കേവലം നമ്മൾ ആ പാഠം കേൾക്കുക മാത്രമല്ല, നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ഇത് നമുക്കിങ്ങനെ ഉണ്ടോ? ഞാൻ ഉറപ്പായി പറയാം, ശിഷ്യന്മാരെയൊക്കെ നമ്മൾ ഈ ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ അയ്യോ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് ഇതൊക്കെ ആയിരുന്നോ മനസ്സിരുന്നതെന്ന്. ഇതൊക്കെ ഇല്ലയോ നമ്മുടെ മനസ്സിലിരിക്കുന്നത്? നമ്മുടെ മനസ്സ് കണ്ടില്ലാരും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയും മനസ്സിലിരിക്കുന്നത്. അല്ല, ഞാൻ പ്രെയർ ലീഡ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടോ? അതാ ഞാൻ ഈ പറഞ്ഞത്. അല്ല, എൻ്റെ പാട്ടൊത്തതായിരുന്നോ? ശരിയാ, ഇന്നലെ അത്രയും മറ്റേ പുള്ളിപ്പാടി ഒത്തില്ലായിരുന്നു. ഇതാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ല, ഞാൻ ആ ക്ലാസ് എടുത്തപ്പോഴ പ്രസംഗത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ആളുകളെല്ലാം നല്ലൊരു നല്ലതായിരുന്നല്ലേ? ഇന്നലെ ഒരു ഇച്ചിരി ഡൗൺ ആയിപ്പോയി. ഇതൊക്കെ തന്നെയാണ്. മനസ്സിലായോ? ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. അപ്പം ഇവര് യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാടുള്ളവരാണ്. ഇവര് അധികാരവും ശക്തിയും കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കിയവരും രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം പ്രസംഗിച്ചവർ. നമ്മുടെ ഭാഷ പറഞ്ഞാൽ നല്ല ശുശ്രൂഷയുള്ള ബ്രദറാണ്. അതൊക്കെ ശരിയാ, നല്ല ശുശ്രൂഷയുള്ള ബ്രദറാണ്. യേശുവിനെ വിശ്വസിക്കുന്നയാളാണ്, വെളിപ്പാടുള്ളയാളാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. സാങ്ക്ടിഫിക്കേഷൻ ഇസ് എ ഡെയിലി പ്രോസസ്. സ്തോത്രം. അപ്പം നമ്മൾ ഇത് നമ്മൾക്ക് അപ്ലൈ ചെയ്യണം. മാത്രമല്ല, ഈ സെൽഫിഷ്നെസ്സും ഈ നിഗള മനോഭാവവും ഇതൊന്നും വേഗത്തിൽ പോകുന്നതല്ല. നിരന്തരമായ പോരാട്ടം ഉണ്ടാകണം. നമ്മൾ പൊരുതണം. നിങ്ങൾ നോക്കി, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറയാത്ത റെഫറൻസ് മാർക്ക് 10:37. അവിടെ യാക്കോബും യോഹന്നാനും കൂടെ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ, നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. 41 വാക്യം. അത് ശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. അപ്പം ഇത് തന്നെയാണ്. ഈ ക്ലാസ് കഴിഞ്ഞതല്ലേ? ക്ലാസ്സൊക്കെ കഴിഞ്ഞു. പക്ഷെ പിന്നീട് അവിടെ അമ്മയുടെ റെക്കമെൻഡേഷനൂടെ മേടിച്ചാണ് കർത്താവിനെ
അവര് അപ്രോച്ച് ചെയ്തത്. എന്നിട്ട് ലൂക്കോസ് 22:24 കർത്താവിനെ ക്രൂശിക്കുന്നതിന് തലേ രാത്രിയിൽ തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. ലൂക്ക് 22:24. നോക്കിയ ഈ സന്ദർഭങ്ങള്. അപ്പൊ ഇത് നമ്മളൊക്കെ വാച്ച് ചെയ്യണം, നമ്മളെ തന്നെ. പലപ്പോഴും ഞാൻ ഓർക്കുന്നത്, നമുക്ക് ഈ മറ്റുള്ളവരുടെ നെകളവും മറ്റുള്ളവരുടെ ഈ സെൽഫ് പ്രൊമോഷനും ഒക്കെ പെട്ടെന്ന് കണ്ടോ അത് ഇങ്ങനെയാണ്. നമുക്ക് പലപ്പോഴും നമ്മുടേത് മനസ്സിലാകത്തില്ല, അല്ലേ? അപ്പൊ നാം ഡേഞ്ചറിലാകുമ്പോൾ നമ്മുടെ മനസ്സിൽ കർത്താവിൻ്റെ സ്വഭാവത്തിന് നിരക്കാത്തതും കർത്താവ് പഠിപ്പിച്ച വചനത്തിന് നിരക്കാത്തതുമായ ചിന്തകൾ പൊങ്ങി വരുമ്പോൾ 9:23 അനുസരിച്ച് തന്നെത്താൻ നിഷേധിക്കണം. ആ പുള്ളിയെ നമ്മുടെ പുതിയ മനുഷ്യൻ നിഷേധിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മളും വലിയ കുഴിയിൽ ചാടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 47-ാം വാക്യം. യേശു അവരുടെ ഹൃദയ വിചാരം കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി. ഈ വാക്ക് ഒന്ന് ചിന്തിച്ചേ. യേശു അവരുടെ ഹൃദയ വിചാരം കണ്ടു. ഈ പുറത്ത് വെളിപ്പെട്ട ആർഗ്യുമെന്റ് മാത്രമല്ല, ഈ പുറത്ത് വെളിപ്പെടുന്നതിന്റെ പിൻപിലുള്ള ആ ഉള്ളിലുള്ള ഹൃദയത്തിന്റെ ഡിപ്രാവിറ്റി കർത്താവ് കണ്ടു. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയാമെന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ആ ചർച്ചിൽ ഇരുന്ന് മനസ്സിലൂടെ പായുന്ന ആ ചിന്ത അറിയാവുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. നമ്മളതറിയണം, അവരുടെ ഹൃദയത്തിലുള്ള ചിന്ത. ഇത് ബൈബിളിൽ പലയിടത്ത് ഈ വിഷയത്തിന് പ്രാധാന്യത കൊടുക്കുന്നുണ്ട്. ലൂക്കോസിൽ തന്നെ 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഫരീസയരും ശാസ്ത്രിമാരുമായിട്ടുള്ള ആളുകൾ കർത്താവ് ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് അവന്റെ പാപം ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളത്തിൽ അവർ ചിന്തിച്ചു. എന്ത് ചിന്തിച്ചു? ഹി ഈസ് ബ്ലാസ്ഫീമിങ്. നോക്കിയ വാക്യം 5:22. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? ചിന്തകളെ അറിയാമെന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. അവിടെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ കുറിക്കുക. 25-ാം വാക്യം ഞാൻ വായിക്കുന്നു. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കിയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അപ്പൊ ഈ അപ്പോസ്തോലന്മാരായി നിയോഗിക്കപ്പെട്ട ഈ ശിഷ്യന്മാരുടെ ഈ ആർഗ്യുമെന്റിന്റെ കാരണം, ഇറ്റ് ഈസ് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദെയർ സിൻഫുൾ ഹാർട്ട്സ്. ഓക്കെ, അതാണ് കർത്താവ് മനസ്സിലാക്കുന്നത്. അവരുടെ മനസ്സിലുള്ള ആ ഈവിൽ തോട്ട്സ് കർത്താവിന് മനസ്സിലായി. അപ്പൊ ദൈവത്തിന്റെ വചനം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:9, റോമർ 2:5 ഈ വചനങ്ങൾ പരിശോധിച്ചാൽ ഹൃദയം എത്ര ഡിപ്രൈവ്ഡ് ആണെന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയും. ഹൃദയം അങ്ങനെയാണ്. ആ ഡിപ്രാവിറ്റിയിൽ നിന്നാണ് ഈ സിൻഫുൾ തോട്ട്സ് നമ്മളിൽ വന്ന് ആ തോട്ട്സിനെ താലോലിച്ച് കഴിയുമ്പോൾ വാക്കുകളായി വായിൽ നിന്ന് പുറത്തു വരും. നമുക്കറിയത്തില്ലേ, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരാളുമായിട്ട് കോൺവെർസേഷനിൽ ഏർപ്പെട്ടാൽ
immediately you can know who is that person. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നല്ല ഒരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ വാല്യൂസ് എന്താണ്. ആ വാക്കുകൾ ചിലപ്പോൾ നമ്മൾ അവസാനം ഞാനങ്ങ് ചുമ്മാ പറഞ്ഞ, ഈ ചുമ്മാതെ പറയുന്നതും എന്താ, മനസ്സിൽ ചിന്തിച്ചല്ല ഈ പറഞ്ഞത്. ലൂക്കോസ് 6:45 2 ഭാഗമാണ് ഞാൻ ഉദ്ധരിച്ചത്. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യല്ല. വളരെ സൂക്ഷിക്കണം. വാക്കുകൾ, വേണ്ടാത്ത ചിന്ത വരുമ്പോൾ ശാസിച്ചതിനെ കളയാം. ആ ചിന്ത വെച്ച് താലോലിച്ചാൽ, ഹൃദയം നിറഞ്ഞാൽ, വായിൽ നിന്ന് ഇക്കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ, അശുദ്ധമായ കാര്യങ്ങൾ പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് വളരെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ജീസസ് ഇതെല്ലാം കാണുന്നുണ്ട് എന്ന ബോധ്യം നമ്മളെ വിശുദ്ധിയിൽ നടക്കാൻ മോട്ടിവേറ്റ് ചെയ്യണം. ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ നമ്മുടെ, ഹൂ കെയർസ്, അങ്ങനെയൊന്നും പറയരുത്. കർത്താവ് ഓരോ വാക്കും ഓരോ ചിന്തയും കാണുന്നുണ്ട്. അത് വിശുദ്ധിയിലും വേർപാടിലും നടക്കാൻ നമ്മെ ഉത്സാഹിപ്പിക്കണം. നോ, ഐ cannot say that word. No, that thought is not right. അത് സ്ഥാനം പിടിക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഇനി ഈ 46 കഴിഞ്ഞ് നമ്മൾ 47 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, യേശു അവരുടെ ഹൃദയ വിചാരം കണ്ടു, ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി. മർക്കോസിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നോക്കിക്കേ, 9 അധ്യായത്തിന്റെ 33-34 വാക്യം. അവൻ കഫർനഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ, അതാ ഞാൻ പറഞ്ഞ കഫർനഹൂമിൽ, പോസിബിളി ഇറ്റ് ഇസ് ഇൻ പീറ്റേഴ്സ് ഹൗസ്. നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചതെന്ത് എന്ന് അവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന് വഴിയിൽ വെച്ച് വാദിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. ലൂക്കിൽ പറയുന്നത് തോട്ട്സ്, മാർക്കിൽ പറയുന്നത് വാദിച്ചു. ഈ തോട്ട്സിൽ നിന്നാണ് ഈ വാദത്തിലേക്ക് വരുന്നത്. എന്നിട്ട് കർത്താവ് അത് കൺഫ്രണ്ട് ചെയ്തപ്പോൾ അവര് സൈലന്റ് ആയിരുന്നു. ഞാൻ പിന്നീട് വേറൊരു വാക്യം കൂടെ കാണിക്കാം. ആദ്യം അവര് സൈലന്റ് ആയിരുന്നു എന്നത് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ സൈലന്റ് ആയിരുന്നത്? ഈ ക്ലാസ് ഒക്കെ കേട്ടതല്ലേ? ക്ലാസ് എടുത്ത കർത്താവ് ചോദിച്ചു, എന്തായിരുന്നു? കർത്താവിന് അറിയാം എന്താ ഈ സംസാരിച്ചെന്ന്. He just wants them to confess that. മിണ്ടിയില്ല. They were they were silent. അവർക്ക് പക്ഷെ മനസ്സിലായി, കർത്താവിന് കാര്യങ്ങൾ മനസ്സിലായെന്നുള്ളു. ഇനി മത്തായി 18-1 വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ, ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. He knew their thoughts. He confronted them. At the beginning they were silent. പക്ഷെ ഫൈനലി അവർ കർത്താവിന്റെ അടുക്കൽ വന്ന് ഇതൊന്ന് സെറ്റിൽ ചെയ്യാൻ ചോദിക്കുകയാണ്. ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ പിക്ചർ കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ അവർ സൈലന്റ് ആയിരുന്നെങ്കിലും പിന്നീട് അവർ കർത്താവിന്റെ അടുക്കൽ തന്നെ വന്ന് അവരെ അലട്ടുന്ന പ്രശ്നത്തിന് പരിഹാരമായിട്ട് അവർ ചോദിക്കുകയാണ്. അപ്പൊ കർത്താവ് ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് ചെയ്തത്, ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ദൃഷ്ടാന്തം, an illustration.
കർത്താവ് ഒരു ശിശുവിനെയാണ് എടുത്ത് അരികെ നിർത്തുന്നത്. ഇങ്ങനെ ഈ നിഗള മനോഭാവം വന്നത് കൊണ്ട് കർത്താവ് ആ സന്ദർഭം മുതലെടുത്തുകൊണ്ട് അവരെ ദൈവരാജ്യത്തിൻ്റെ ശിഷ്യത്വ പാഠങ്ങൾ അവരെ പഠിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് പഠിപ്പിക്കുന്നത് താഴ്മയെക്കുറിച്ചാണ്, താഴ്മയുടെ പാഠങ്ങളാണ്. ഒരു ശിശുവിനെയാണ് കർത്താവ് എടുക്കുന്നത്. അല്ല കർത്താവെ, ഞങ്ങൾക്കൊന്ന് അറിയണം, ആരാണ് വാസ്തവത്തിൽ ഞങ്ങൾ വരിക? നിങ്ങൾക്ക് അറിയത്തില്ലേ? പീറ്റർ കണ്ടോ? നോ, ഹി ഡിഡ്ന്റ് സേ പീറ്റർ, ഹി ഡിഡ്ന്റ് സേ ജോൺ, ഹി ഡിഡ്ന്റ് സേ ആൻഡ്രൂ. ആൻഡ്രൂ അല്ലയോ പീറ്ററിനെ കൊണ്ട് ആദ്യം കൊണ്ടുവന്ന് കർത്താവിനെ പരിചയപ്പെടുന്നത്? നോ. ഒരു പക്ഷെങ്കിൽ അത് വല്ലതും പ്രതീക്ഷിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ നമുക്ക് ഒന്നിച്ചൊന്ന് പോയി ചോദിക്കാം, കണ്ടോണോ ഇപ്പൊ പറയുന്നത്? കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോഴേ കർത്താവ് ഒരു ശിശുവിനെയാണ് എടുത്ത് അരികിൽ നിർത്തുന്നത്. അപ്പൊ ഈ ശിശു എന്നവിടെ എഴുതിയിരിക്കുന്നു, അരികെ നിർത്തി എന്നൊരു പ്രയോഗം. അപ്പം ബിഗ് ഇനഫ് ടു സ്റ്റാൻഡ്. എന്നാൽ മർക്കോസ് 9:36 അണച്ചുകൊണ്ട് എന്നും ഒരു പ്രയോഗമുണ്ട്. അപ്പം നിർത്തിയാൽ നിൽക്കാനും എടുക്കാനും ഒക്കുന്ന പരുവമുള്ള പ്രായമുള്ള ഒരു കുഞ്ഞായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാ ഈ കുഞ്ഞിനെ ഇതിനകത്ത് കർത്താവ് കൊണ്ടുവരുന്നത്? ദൈവമക്കൾ സുവിശേഷമൊക്കെ വായിച്ചിട്ടുള്ളവരാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ പലയിടങ്ങളിൽ ശിശുക്കളോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ മനോഭാവത്തെ ദൈവമക്കള് മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരവസരത്തിൽ ശിഷ്യന്മാര് തന്നെ ശിശുക്കളെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ റെബ്യൂക്ക് ചെയ്യുന്നുണ്ട്. കർത്താവ് നോ 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 നോ, അവർ വരട്ടെ എന്ന് പറയുന്നുണ്ട്. ശിശുക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ കർത്താവിന് ശിശുക്കളോടുള്ള ബന്ധത്തിലുള്ള മനോഭാവം നമ്മുടെ ശ്രദ്ധയിൽ ഒന്ന് നിൽക്കണം. ഇവിടെ കർത്താവ് ഒരു ശിശുവിനെ ഇവരുടെ മുൻപാകെ ഇവരുടെ പ്രശ്നത്തിന്റെ പരിഹാരമായി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവരുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ശിശുക്കളോടുള്ള ബന്ധത്തിലുള്ള മനോഭാവം നമ്മുടെ മനസ്സിൽ വേണം. അത് ഞാൻ എന്താണെന്ന് പറയാം. യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ ഒരു വെയ്പ്പ് എന്ന് പറയുന്ന അവർ ശിശുക്കളെ അങ്ങനെ പരിഗണിച്ച ഒരു സമൂഹമല്ല. അവർ ചിന്തിച്ചിരുന്നത് 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം. റബിമാര് തന്നെ പൊതുവെ ശിഷ്യന്മാരെ അവരുടെ സമൂഹത്തിൽ ഈ ശിശുക്കളെ അവഗണിച്ചിരുന്നു. They ignored. യഹൂദ റബിമാര് അവര് ശിശുക്കളെ പുച്ഛിച്ച് തള്ളുമായിരുന്നു. ഈ കൾച്ചർ, ഈ മനോഭാവം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ജീസസ് വാസ്തവത്തിൽ അവരുടെ കൾച്ചറിൽ നടക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ കുഞ്ഞിനെ എടുക്കുന്നു, കുഞ്ഞിനെ നിർത്തുന്നു, എന്നിട്ട് കുഞ്ഞിനെ ഇലസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ വലിയ പാഠം പഠിപ്പിക്കുന്നു. അവരുടെ സമൂഹം നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളെ ഏറ്റവും ദുർബലരായിട്ടും മൂല്യമില്ലാത്തവരായിട്ടാണ് ജൂയിഷ് കൾച്ചറിൽ അവര് ശിശുക്കളെ പരിഗണിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ കർത്താവ് ഈ ശിശുവിനെ എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ആ ദൂത്. സമൂഹത്തിലെ എണ്ണപ്പെടാത്ത
ലോ റാങ്കിങ് ആയിട്ടുള്ള, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മൈൻഡ് ചെയ്യാത്ത, നമ്മുടെ ഭാഷ പറഞ്ഞ മൈൻഡ് ചെയ്യാത്ത ഒരാളിനെ റിപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് യേശു ഈ കുഞ്ഞിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തുന്നത്. അവരുടെ വിഷയം അല്ല ഞങ്ങളിൽ ഏറ്റവും വലിയവൻ ആരാണ്. സമൂഹത്തിൽ ഞങ്ങൾക്കൊരു സ്റ്റേച്ചർ വേണം. ഞങ്ങൾ വിലപ്പെട്ടവർ, അക്ഷരീക ദൈവരാജ്യം വരുമ്പോൾ വി ആർ സംബഡി ഇൻ ദ കിങ്ഡം എന്ന തെറ്റിദ്ധാരണ മാറ്റാൻ, ആ നിഗള മനോഭാവം മാറ്റാൻ. ബൈ ദ വേ, കർത്താവായ യേശുക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്വീകരിച്ച് വിശ്വസിക്കുന്ന എല്ലാവരും ഗ്രേറ്റ് ആണ് കേട്ടോ. ഇതങ്ങനെയല്ല. ഞങ്ങൾ തമ്മിലുള്ള ആ ഞങ്ങളുടെ ഇടയിൽ ഹൂ ഈസ് ദ ഗ്രേറ്റസ്റ്റ്, അതിനാണ് കർത്താവിന്റെ മറുപടി. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട, മൈൻഡ് ചെയ്യാത്ത ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മുൻപിൽ വെക്കുകയാണ്. ഈ ശിശുവിന് യാതൊരു ശക്തിയുമില്ല. ഈ ശിശുവിന് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അതിനെ തിരിച്ചു തരാൻ അതിൻ്റെ കയ്യിൽ ഒരു വകുപ്പും ഇല്ല. അതൊന്നും നേടിയിട്ടുള്ളതല്ല. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ശിശു. വലിയൊരു ദൂതാണ് വാസ്തവത്തിൽ കർത്താവ് ഇവിടെ അവരോട് ഈ ശിശുവിനെ ഇലസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് കർത്താവ് പറയുന്നത്. സാധാരണഗതിയിൽ അവരുടെ സംസ്കാരത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശിശുക്കളെ അങ്ങനെ ആലോചിച്ച് ശിശുക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവരത് വേസ്റ്റ് ഓഫ് ടൈമായിട്ടാണ്. ഇനി അവരുടെ ഇടയിൽ ഒരു ചിന്ത ഇതാണ്, ഇതിനകത്ത് എത്ര എണ്ണം അഡൽട്ട്ഹുഡ് വരെ നിൽക്കും, പലതും അതിനു മുമ്പ് തന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളോട് പറയാം. മാതാപിതാക്കൾക്കൊരു കുട്ടി ജനിച്ചതിനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് അവഗണിക്കും, മരിക്കാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ പോലും കഠിന ഹൃദയമുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ റെപ്രസെന്റ് ചെയ്യാനാണ് കർത്താവ് ഈ കുട്ടിയെ, ഈ ചൈൽഡിനെ ഇവരുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. ഈവൻ പുരാതനമായിട്ടുള്ള അവരുടെ വ്യാഖ്യാനങ്ങളിൽ ഒരു ലൈനുണ്ട്. ഒരു വ്യക്തി അതിരാവിലെ കിടന്ന് മടിയനെ പോലെ ഉറങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ളവരും നട്ടുച്ച സമയത്ത് വീഞ്ഞു കുടിക്കുന്നവരും പിള്ളാരുമായിട്ടിരുന്ന് വാചകമടിക്കുന്നവരും, ഇങ്ങനെയുള്ള ആളുകൾ they will be destroyed. അത്രമാത്രം കുട്ടികൾ ആ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവർ, ഒറ്റപ്പെടുത്തിയവരാണ്. വാസ്തവത്തിൽ ഞാനിത് സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ കുട്ടികൾക്ക് എത്ര ഉന്നതമാകുന്ന വിലയാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തത് പറഞ്ഞത് ഒരുപക്ഷെങ്കിൽ ഷോക്കിംഗ് ആയിട്ട് മാറും. മാതാപിതാക്കളാണ് ബഹുഭൂരിപക്ഷം ആളുകൾ എന്നെ കേൾക്കുന്നത്. വി വാല്യൂ അവർ ചിൽഡ്രൻ സോ മച്ച്. പക്ഷെ ഇങ്ങനെയല്ലായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ. യഹൂദന്മാർക്ക് അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ സംസ്കാരം മനസ്സിലാക്കിയെങ്കിലേ ഈ ഇലസ്ട്രേഷന്റെ ആശയം നമുക്ക് ഗ്രഹിപ്പാൻ കഴിയത്തുള്ളൂ. വാസ്തവത്തിൽ ഈ കൾച്ചറിന് നേരെ റിവേഴ്സ് ആയിട്ടാണ് കർത്താവ് ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ഒരാളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇലസ്ട്രേഷനാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് ഒരു കുട്ടിയെ വെച്ചിട്ട് 48-ാം വാക്യം, ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളും, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളും. നിങ്ങൾ എല്ലാവരിലും ചെറിയവനായവൻ അത്രേ വലിയവൻ ആകും എന്ന് അവരോട് പറഞ്ഞു.
അപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ യേശുവിൻ്റെ ഉപമ ശിഷ്യന്മാർ തമ്മിലുള്ള എല്ലാ താരതമ്യങ്ങളെയും വിലക്കുന്ന ഒരു ഉദാഹരണമാണ്, ഇലസ്ട്രേഷനാണ്. ആറ് വലിയവൻ എന്ന മുഴുവൻ ചർച്ചയ്ക്കും യേശു അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊണ്ടുവരികയാണ്. അപ്പൊ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ചൈൽഡ്, ഈ ശിശു, ഈ വാക്യത്തിൽ തന്നെ കാണുന്ന നിങ്ങളിൽ എല്ലാവരിലും ചെറിയവൻ, ആ ചെറിയവനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ശിശു. അത് കർത്താവിനെ അനുഗമിക്കുന്ന വിശ്വാസികളുടെ പ്രതീകമാണ്. അപ്പൊ ശിശുവിനെ കൊണ്ട് നിർത്തി, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളും. സമൂഹത്തിലെ അല്ലെങ്കിൽ കർത്താവിൻ്റെ അനുയായികളിൽ ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമം നിമിത്തമാണ് കൈക്കൊള്ളുന്ന അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ 48-ന്റെ പ്രാരംഭത്തിൽ കാണുന്നത്. അങ്ങനെ ചെയ്താൽ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുകയാണെങ്കിൽ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു. അപ്പൊ അവർക്ക് സ്ഥാനവും ഉന്നതമായ കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ ചിന്ത. ദൈവരാജ്യത്തിൽ വലിയവനാരാ? അവഗണിക്കപ്പെട്ട ആളുകളെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, അവരെ കരുതുക. വാസ്തവത്തിൽ ഇന്നാണെങ്കിലും ലോക വ്യവസ്ഥിതിക്ക് നേരെ ഓപ്പോസിറ്റാണ് ദൈവത്തിൻ്റെ രാജ്യം. നമ്മൾ പറയത്തില്ലേ, അവരൊന്നും വേണ്ട, എൻ്റെ ആ സ്റ്റേറ്റസിന് ചേർന്ന ആളുകൾ, അങ്ങനെയുള്ളവരുമായി ഒരുമിച്ച് നടക്കാൻ, അങ്ങനെയുള്ളവരുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, അങ്ങനെയുള്ളവരുമായി ആ വീക്കെൻഡിൽ ഒരുമിച്ചൊന്ന് കാണാൻ ഒരു കൂട്ടായ്മ നമുക്കൊരു സന്തോഷമാണ്. ജോലിയില്ലാത്തോ, വലിയ അറിവില്ലാത്ത, അവഗണിക്കപ്പെട്ടില്ല, അങ്ങനെയുള്ളവരെ കണ്ടെത്തി കൂട്ടായ്മ ആചരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകട്ടെ. അപ്പം നിസ്സഹായന ആയിട്ടോ അപ്രധാനമായിട്ടോ ആയി കണക്കാക്കപ്പെടുന്ന ആളുകളുടെ ഒരു ഉദാഹരണമാണ് ഈ ലിറ്റിൽ ചൈൽഡിൽ. ചെറിയവരും നിസ്സഹായരുമായവർ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മാന്യമായ എളിയ പദവിയുടെ പ്രതീകമാണ് ഈ കുട്ടി. അവരെളിയവരാണ്. ഇനി എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം കൊടുത്താലോ സഹായിച്ചാലോ തിരിച്ചത് വീട്ടാൻ ത്രാണിയില്ലാത്തവർ. അപ്പൊ ദൈവരാജ്യത്തിലെ പ്രിൻസിപ്പിളാണ് ലോകത്തിന്റെ പ്രിൻസിപ്പിളിൽ നിന്ന് നേരെ വിപരീതമാണ്. നമ്മുടെ അകത്ത് പലപ്പോഴും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു ഈ ലോക സിസ്റ്റമാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. എടാ അച്ഛൻ, വലിയ അച്ഛൻ, അച്ഛൻ അച്ചായനും കൂടെ അല്ലേ, മറ്റൊരാള് കേറി വന്ന മൈൻഡ് പോലും ചെയ്യത്തില്ല, ഇല്ലേ? സ്തോത്രം. പ്രസംഗവും പ്രബോധനവും അറിയാത്ത പുള്ളിക്കും വിക്കി പറയാൻ നമ്മൾ അവസരം ഒരുക്കും. പക്ഷെ സമൂഹത്തിൽ വലിയ സ്ഥാനമില്ലാത്ത ഒരു പ്രസംഗി ഉണ്ടെങ്കിൽ അവന് നമ്മൾ ടൈം കൊടുക്കത്തുമില്ല. എത്ര ഭയാനകമാണ് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലിരിപ്പുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തർക്കത്തെ കർത്താവ് ഇലസ്ട്രേറ്റ് ചെയ്യാണ് ഈ ചൈൽഡിലൂടെ. വലിയൊരു പാഠം അവരെ പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാരുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള അഭിലാഷങ്ങളുമായി ഇത് വളരെ വ്യത്യസ്തമാണ്. അവരുടെ അകത്തിരിക്കുന്നത് വി ഹാവ് ടു ബി ബിഗ്, എൻ്റെ ശുശ്രൂഷ, ഞാൻ ദൈവരാജ്യത്തിൽ വലിയവൻ. അതിന് അവരുടെ അംബീഷൻസിന് നേരെ വിപരീതമായിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്നിട്ട് കൈക്കൊള്ളുക എന്ന ആ വാക്ക്, റിസീവ്,
എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുക, എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് സ്വീകരിക്കുക. ആരെ? തിരിച്ചെനിക്കൊരു നന്മയും ചെയ്യാൻ കഴിയാത്ത ആ അപ്രധാനമായ, അവഗണിക്കപ്പെട്ട, നിസ്സാരൻ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആളിനെ യേശുക്രിസ്തു നിമിത്തം ഞാൻ സ്വീകരിക്കുകയാണ്. ആ ആളിന് എനിക്ക് തിരിച്ചെന്തെങ്കിലും തരുവാനുള്ള സ്റ്റാറ്റസുമില്ല, ശക്തിയുമില്ല, ഒന്നുമില്ല. അപ്പം യേശു തൻ്റെ ശിഷ്യന്മാരെ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഹോസ്പിറ്റാലിറ്റി കാണിക്കണം. അപ്പൊ ഇവിടെ ദൈവമക്കളൊരു കാര്യം, ഇത് പറയുന്ന കർത്താവ് എങ്ങനെയായിരുന്നു? ലുക്ക് അറ്റ് ഇറ്റ്, ലുക്ക് അറ്റ് ജീസസ് ഓൾ ത്രൂ ദ സ്ക്രിപ്റ്റേഴ്സ്. നമ്മളത് 1-2 എപ്പിസോഡുകളൊക്കെ നമ്മൾ ആ നിലയിൽ ചിന്തിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അവഗണിക്കപ്പെട്ടവരായിരുന്നു സഹോദരിമാർ, പാപത്തിൽ പിടിക്കപ്പെട്ടവർ, അല്ലേ? അവരൊക്കെ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവിൻ്റെ മനോഭാവം, ശിശുക്കൾ, കർത്താവിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ മനോഭാവം, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ബെഗേഴ്സ്, ബാർത്തിമായുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ജീസസിന്റെ മനോഭാവം എന്തായിരുന്നു? അപ്പൊ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് ജീസസിന്റെ മിനിസ്ട്രിയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. കർത്താവ് അതിപ്പോൾ ഈ തർക്കത്തിലും വാദത്തിലും ഇരിക്കുന്ന, ഈ നിഗള മനോഭാവത്തിൽ ഇരിക്കുന്നതോട് പറയാണ്, യു ഗോട്ട് ഇറ്റ് ഓൾ റോങ്. ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ഇങ്ങനല്ല. സഹായിക്കാൻ, തിരിച്ച് പ്രതികരിക്കാൻ കഴിയാത്തവനെ ചേർത്ത് പിടിക്കുന്നതാണ് ദൈവരാജ്യത്തിൽ വലിയവൻ, ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ. ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ദ പാത്ത് ടു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റിയാണ്, താഴ്മയാണ്. പക്ഷേ ഹ്യൂമിലിറ്റിയുടെ പാത എന്ന് പറയുന്നത് അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുക, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി അവരെ സ്നേഹിക്കുക. അല്ല, ഞാന് ചെയ്യാം, എന്തോ തിരിച്ചു കിട്ടും, തിരിച്ചൊന്നും തരാൻ കഴിയാത്ത ആളാണ്. അപ്പൊ താഴ്മയുടെ പാത ആണ് ദൈവരാജ്യത്തിലെ ഈ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. പക്ഷെ ആ താഴ്മയുടെ പാത നിസ്സഹായരായി അവഗണിക്കപ്പെട്ട ക്രിസ്തു ശിഷ്യരെ, മക്കളെ സ്നേഹിക്കുക, കരുതുക എന്ന് ഉള്ളതാണ്. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളവരെ നമ്മൾ സെർവ് ചെയ്യുക എന്നതാണ് ശരിക്കും ക്രിസ്തീയ മനോഭാവം. അപ്പൊ യഥാർത്ഥ ശിഷ്യത്വത്തിൽ വലിയവൻ, ഞാനത് ഇൻവേർട്ടഡ് കോമാസ്, വലിയവൻ നിർവചിക്കപ്പെടുന്നത് നിസ്വാർത്ഥതയിലും പലപ്പോഴും അവഗണിക്കപ്പെടുന്നവരോടുള്ള കരുതലിലുമാണ്. സെൽഫ് സെന്റേർഡിന് പകരം ഇവര് സെൽഫ്ലെസ്സായി മറ്റുള്ളവരെ കെയർ ചെയ്യുക. ഇതാണ് ശിഷ്യത്വത്തിൽ വലിയവൻ. Greatness in the kingdom, an earnest desire to serve others, others who can never repay me. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ താഴ്മയാണ് വാസ്തവത്തിൽ നമുക്ക് മോഡലായിരിക്കേണ്ടത്. ഹി ഈസ് ദ ലോർഡ് ഓഫ് ഗ്ലോറി, അങ്ങനെയാ തിരുവെഴുത്ത് പറയുന്നത്. ആ ലോർഡ് ഓഫ് ഗ്ലോറി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാകുന്ന പാപത്തിന് പരിഹാരമായി. ആൻഡ് ഐ ടെൽ യു, വാട്ട് ക്യാൻ വി ഗിവ് ഇൻ റിട്ടേൺ? വാട്ട് ക്യാൻ വി ഗിവ്? ആ നമ്മളെ സ്നേഹിച്ച സ്നേഹം എന്ത് നമുക്ക് കൊടുക്കാൻ കർത്താവിന് തിരിച്ചു കൊടുക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പോൾ കാർമൻ ക്രിസ്റ്റി, ഒരു പക്ഷെങ്കിൽ അത് ആദ്യ കാലഘട്ടത്തിലെ ഒരു
പാട്ടാകാനാണ് സാധ്യത. ആത്മനിറവിൽ ദൈവഭക്തൻ കർത്താവിൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് അവിടെ എഴുതുകയാണ്. കാരണം ഫിലിപ്പിയ സഭയിലുള്ളവർക്ക് കറക്ഷൻ കൊടുക്കുകയാണ്. തന്നെത്താൻ ഒഴിച്ച് ദാസരൂപമെടുത്തു, ക്രൂശിലെ മരണത്തോളം. ആരാ ഇത്? ഈക്വൽ ടു ദ ഫാദർ അല്ലേ? അത് മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി ദാസരൂപപ്പെടുത്തി, ക്രൂശിലെ മരണത്തോളം അവിടുന്ന് പിതാവാം ദൈവത്തെ സകലത്തിലും അനുസരിച്ചു. ഈ യേശുവിൻ്റെ പുറകെ ആണ് പോകുന്നതെങ്കിൽ നിഗളത്തിന് സ്ഥാനമില്ല പ്രിയരെ. ബട്ട് ഈ ഉയർച്ചയുടെ തോന്നലുകളും ഈ പൊസിഷൻസിന്റെ ആഗ്രഹങ്ങളും ഇത് നിരന്തരം ഒരു ദൈവ പൈതലിനെ വേട്ടയാടും. സഭയിലാകട്ടെ സംഘടനയിലാകട്ടെ. അവരെ പോലെ തന്നെ നമുക്കും പറ്റിയത് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഈ കൂടിയ വരപ്രാപ്തന് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. എല്ലാം വലിയ എക്സിക്യൂട്ടീവായിട്ടാണ്. അല്ല, ചില കമ്മിറ്റികളെ തന്നെ വിളിക്കുന്നത് തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നല്ല. Everybody feels that they are the most important people in the church. Who is important? ആദ്യം മുതലേ ഞാനുള്ള ഉണ്ടായിരുന്നു ചർച്ചിൽ. ഞാനാണ് ഏറ്റവും വല്ല. ഞങ്ങളൊരു കുടുംബമേ ഉള്ളായിരുന്നു. ഞാൻ ആ പാസ്റ്റർക്ക് ഒരു സ്റ്റാൻഡ് കൊടുത്തത് അല്ലേ? സ്തോത്രം. രണ്ടാമത് വന്ന പുള്ളിക്ക് എന്താ? ആദ്യത്തെ ഒന്നും അത്ര ശരിയല്ലായിരുന്നു. ഞാൻ വന്നതോടുകൂടിയാണ് അവിടെ ഒരു ചാല് തുടങ്ങിയത്. പക്ഷെ മൂന്നാമത്തെ ആളിനും പറയാനുണ്ട്. അതേ പറയുന്നത് ഞങ്ങളുടെ കുടുംബം വന്നതോടുകൂടിയാണ് ഒരു ഉണർവുണ്ടായത്. പിന്നെ ഞാനാണ് 5 പേരെ കൂടെ വിളിച്ചുകൊണ്ട് വന്നത്. ഇതാണ് കാണുന്നത്. ഇനി നേതാക്കന്മാരോ, അവരവരുടെ ഒരു ലോകമാണ്. അവരുടെ ഒരു ലോകമാണ്. രാഷ്ട്രീയം കളിച്ചും കസേര കളി നടത്തിയും അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ചിലപ്പോൾ അന്തം വിടാറുണ്ട്. എന്തുവായി കാണിക്കുന്നത്? ഈ വേദപുസ്തകത്തിലെ കാര്യങ്ങളൊന്നും ഇവർ വായിക്കാറില്ലേ? വായിക്കുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഇറ്റ് ഈസ് എ പാത്തറ്റിക് കണ്ടീഷൻ. ഞാൻ സഹോദരി സഹോദരന്മാരോട് ചോദിക്കുക, നമ്മളിപ്പോൾ ഇത് 34ാമത്തെ ധ്യാനമാണ്. ദാറ്റ്സ് ഓൾ വെരി ഗുഡ്. വാസ്തവത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഈ നിലയിലേക്ക് നമുക്കൊന്ന് താഴാൻ പറ്റുമോ? ഞാനിപ്പോൾ ഈ ആത്മീയ ഓളത്തിലെ കാര്യം പറഞ്ഞു. നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ചിലപ്പോൾ ആളുകളെ വരുത്താറില്ലേ? ഏത് കുടുംബത്തിലെയാണെന്ന് അറിയാമോ? അയ്യോ, അറിയത്തില്ലേ? ഏതാ? ഇത് തന്നെയാണ് കുടുംബങ്ങളിൽ പ്രശ്നം. ഇൻഫാക്റ്റ് നമ്മൾ ഈ പാഠം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതിന് പകരം നമ്മൾ അവരെ ലോകത്തിന്റെ സിസ്റ്റമാണ് അവരുടെ ഉള്ളത്തിൽ ഫീഡ് ചെയ്യുന്നത്. അവർക്കും തോന്നുകയാണ്, യാ മൈ ഡാഡ് ആൻഡ് മോം ദേ ആർ സംതിങ്. അവരെ പൊങ്ങച്ചം പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ഈ ടീച്ചിങ് എംഫസൈസ് ചെയ്യുന്നത് ദ മോസ്റ്റ് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൈൻഡ് ചെയ്യാത്ത ആളുകൾ, ആ ആളുകളുടെ ഒരു റിഫ്ലക്ഷനാണ്, ഒരു സിംബോളിസമായിട്ടാണ് ആ പൈതലിനെ കർത്താവ് അവരുടെ നടുവിൽ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഉള്ളവരെ ഞാൻ തുറന്ന് സ്നേഹിച്ച് അവരെ കൈക്കൊണ്ട് അവരെ കരുതുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് റിസീവിങ് ജീസസ് ഹിംസെൽഫ്. അപ്പൊ ജീസസും ഇവരുമായിട്ടുള്ള ബന്ധം കണ്ടോ? ശരിക്കും മത്തായി 18 താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, ഈ ചെറിയവനിൽ ഒരാളെ ഇടർച്ച വരുത്താനുണ്ടല്ലോ, വലിയ തിരികല്ല് അവന്റെ കഴുത്തിക്കെട്ടി അവനെ കൊണ്ട് സീക്കകത്ത് താക്കണമെന്ന്. Jesus cares so much for them. Praise the Lord. The least among them. അവർക്കെത്ര ഗ്രേറ്റ് വാല്യൂ ആണ് ദൈവരാജ്യത്തിലുള്ളത്. സമൂഹത്തിന്റെ സകല പ്രതീക്ഷകളെയും കർത്താവ് അട്ടിമറിക്കുകയാണ്. എന്നിട്ട് ശിഷ്യന്മാരെ കർത്താവ് ചലഞ്ച് ചെയ്യാണ്, ടു ടേക്ക് ദ പാത്ത് ഓഫ് ഹ്യൂമിലിറ്റി. ദിസ് ഈസ് ദ പാത്ത് ഓഫ് ക്യാരിയിങ് ദ ക്രോസ്. ഇത് മനസ്സിലാകാഞ്ഞത് കൊണ്ടാ ഇപ്പൊ ഈ തർക്കം. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞത് മനസ്സിലാകാഞ്ഞത് കൊണ്ടാണ് 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിലെ
ഈ തർക്കം വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി നമ്മുടെ മുൻപിൽ അധികം സമയമില്ലെങ്കിലും പെട്ടെന്ന് ഞാൻ അടുത്ത വാക്യങ്ങളിലൂടെ വായിച്ച് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ദൂതുകൾ തന്നെയാണ്. 49-50 വാക്യം. നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. അത് ശ്രദ്ധിക്കണം. യേശുവിന്റെ നാമത്തിലാണ് ഈ ഭൂതത്തെ പുറത്താക്കിയത്. He has a relationship with the Lord. ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് അവരുടെ പ്രശ്നം അതാണ്. ഞാൻ നമ്മുടെ ഭാഷ ഉപയോഗിക്കുക കേട്ടോ. നമ്മുടെ ഭാഷ നമ്മുടെ സഭയിലെ ആളല്ല. അപ്പൊ ഇപ്പൊ സമൂഹമായിട്ടുള്ള ഒരു നികളമാണ്. പിന്നെ അവർക്കെന്നാ എന്തോ ശുശ്രൂഷയാ? മറ്റുള്ള ഒരുത്തനെ അംഗീകരിക്കത്തില്ല. ഉണ്ടോ അങ്ങനെ വല്ലോ? അപ്പൊ ഇവിടെ ഒരു കാര്യം കെയർഫുൾ ആകണം. ദുരുപദേശകരെ അംഗീകരിക്കണമെന്നല്ല പറയുന്നത്. അടിസ്ഥാന ഉപദേശങ്ങളിൽ ഐക്യതയുള്ള പ്രിയപ്പെട്ടവർ തമ്മിലുള്ള ഒരു അഭേദ്യബന്ധം. പക്ഷെ അതുപോലും ഒക്കുന്നില്ല. അതെങ്ങനെ? ഒരു പ്രാദേശിക സഭയ്ക്ക് അകത്ത് പറ്റുന്നില്ലല്ലോ, പിന്നാണോ പ്രാദേശിക സഭയിൽ എല്ലാം കൂടെ? അല്ല, ഡാളസിലുള്ള നമ്മുടെ സഭകളെല്ലാം കൂടെ ഒന്ന് ചേർന്നാലോ? അവരെ ചേർത്താൽ നമ്മുടെ യോഗം നടക്കത്തില്ല. നമ്മൾ തന്നെ ആ കമ്മിറ്റി വരാം, നമ്മൾ വേണം അതിന് നേതൃത്വം കൊടുക്കാൻ. കണ്ടോ? അംഗീകരിക്കത്തില്ല. അല്ല ബ്രദറെ, ആ ചർച്ചിലല്ലേ അവിടെ മൂപ്പന്മാരും ഒക്കെ ഉള്ള അവര് വളരെ കഴിവുള്ളവരാണ്. അവരല്ലേ കഴിഞ്ഞ കോൺഫറൻസ് ലീഡർഷിപ്പ്. പിന്നെ കഴിഞ്ഞ കോൺഫറൻസ് ലീഡർഷിപ്പ് നമ്മളതില്ലാഞ്ഞുണ്ട. നിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. 9-ാം അധ്യായത്തിൽ ഒരപ്പൻ ഭൂതബാധിതയായ മകനെ കൊണ്ടുവന്നപ്പോൾ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിയാതെ ഇരുന്നവർക്ക് ഇപ്പൊ പ്രശ്നം എന്താ? ഒരാള് കാസ്റ്റ് ഔട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ബ്രദറിന് ആരാണ് അനുവാദം തന്നത്? യേശുവിന്റെ നാമം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? യു ആർ നോട്ട് പാർട്ട് ഓഫ് അവർ ഗ്രൂപ്പ്, therefore you cannot minister. മിനിസ്ട്രിക്ക് തടസ്സമിടുകയാണ്. യേശുവിന്റെ മറുപടി, യേശു അവനോട്, വിരോധിക്കരുത്. നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. Let him minister. He is doing it in the name of Jesus. അവൻ നിനക്ക് പ്രതികൂലമല്ല. ഈ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നേ നമ്മുടെ ഈ ദേശത്ത്, ന്യൂയോർക്കിലും ഡാളസിലും എല്ലായിടത്തുള്ള ചർച്ചുകൾ എത്ര എൻ്റെ എനിമി അല്ലത്. എൻ്റെ എനിമി അല്ലത്. ഞാൻ ചില തുറന്ന് പറയുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, മനസ്സിലാകാൻ വേണ്ടി പറയാം. അസംബ്ലീസ് ഓഫ് ഗോഡുകാരോ? ഉയ്യോ. അപ്പൊ മറ്റേ ആളെന്താ പറയും? ഷാരോൻകാരോ? കൊള്ളാം. അപ്പൊ ഇത് രണ്ടുപേരും കൂടെ കൂടുമ്പോൾ IPC ആണോ? ആഹാ. അവരാരും നമ്മുടെ ശത്രുക്കളല്ല. യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷിച്ച് ജനത്തെ വിടുവിക്കുകയാണവൻ. എടാ, നിന്നെ കൊണ്ട് കഴിഞ്ഞോ? ആളുകളെ വിടുവിക്കുകയാണ്. നമ്മളൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. സുവിശേഷം പറഞ്ഞ്, കൃത്യമായ സുവിശേഷം, ദൈവവചനം പറയുന്നവൻ നമ്മുടെ ശത്രു അല്ല. വൈ ഡു യു ട്രീറ്റ് ഹിം ആസ് എൻ എനിമി? ഇത് എത്ര പറഞ്ഞാൽ നമുക്കത് എന്തോ, അത് പറയുമ്പോൾ നമുക്കൊരു ഒരു ഇതില്ല. എന്താ ചെയ്യുക പ്രിയരെ? അങ്ങനെ സ്നേഹിക്കാൻ കഴിയും. ചില ഉപദേശിമാർക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ പ്രശ്നമാണ്. എന്താ പ്രശ്നം? അവർക്ക് ഇനി നമ്മുടെ ആളുകളെല്ലാം ഇവിടെ മറ്റേ സഭയിൽ പോകുമോ? ശത്രുക്കളല്ല ശത്രുക്കൾ. ഒരു ലിമിറ്റ്, ഒരു ശത്രു ചൊവയല്ലയോ നമ്മൾ അങ്ങോട്ട് ഇടുന്നത്. വളരെ സൂക്ഷിക്കണം അവന്റെ പ്രസംഗം കേൾക്കുന്നത്. ഇങ്ങനെ അല്ലേ? നമ്മുടെ സ്ഥാനം പോകുമോ? ഒന്നും പോകത്തില്ല പ്രിയരെ. ദൈവത്തിന്റെ ജനം
ഉപദേശ ഐക്യതയുള്ളവർ, ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, യേശുക്രിസ്തുവിന്റെ ദൈവത്വം, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്നവർ, യേശുവിലൂടെ മാത്രമേ ആത്മരക്ഷയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. പേരെന്തോ ആയിക്കോ, whether it is AG or IPC or Sharon or church, whatever. അപ്പോ ഇൻഡിപെൻഡന്റോ എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? നമ്മൾ അടുപ്പിക്കാൻ പാടില്ല. നമ്മൾ മെയിൻ ലൈൻ ചർച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളല്ലേ, യേശുവിന്റെ നാമത്തിൽ ജനത്തെ വിടുവിക്കുന്നവർ കൈയോട് കൈ കോർത്തുന്നില്ലേ? ഹൗ ക്യാൻ റിവൈവൽ കം when we are in this state? എല്ലാവരും തമ്മിൽ ചിന്ന ഭിന്നമായി ഇരുന്നിട്ട് എല്ലാവരുടെയും ഞായറാഴ്ചത്തെ പ്രാർത്ഥന, ഞങ്ങളുടെ പട്ടണത്തിൽ ഉണർവ് വരണം, അത് എന്നിലൂടെ ആകണം. വേണ്ട, ഉണർവ് വന്നു, വേറെ ഒരുത്തൻ കാസ്റ്റ് ഔട്ട് ചെയ്യുക, നമുക്ക് ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ല. ഉണർവ് വരണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ അയൽവാസി, അയൽ സഭയിൽ നിന്ന് ഉണ്ടാകട്ടെ, അതിനെന്താണ് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഉണർവ് എന്നിലൂടെ മാത്രമേ വരാമെന്ന് പറയുന്നത് അതും ഒരു പൊങ്ങച്ചതല്ലേ? അതും ഒരു നിഗളം. മറ്റൊരുത്തനിലും വരരുത്, കർത്താവെ എന്നിലൂടെ മാത്രമേ വരാവൂ, ഞങ്ങളുടെ സഭ വേണം ആളുകൾ വരാൻ, ഞാൻ കൈവച്ച ആരോഗ്യ സൗഖ്യമാണ്. വാട്ട് ഈസ് ഗോയിങ് ഓൺ? ആർ വി ഓൺ ദ track of discipleship, my dear brothers and sisters? Have we missed out on the teachings of Jesus? ഒരു ശിശുവിനെ പിടിച്ചു വെച്ചിട്ട് പറയാ, എടാ നിനക്ക് വലിയ ആളാകണമല്ലേ, സമൂഹത്തിൽ എണ്ണപ്പെടാത്ത ആളുകളെ നീ ചേർത്ത് പിടിച്ച് കരുത്. That is greatness. That is greatness. ഇവിടെ നമ്മൾ കാണുന്നത് സമൂഹമായി ഇപ്പൊ ഒറ്റക്കെട്ട. എന്തിനാ ഒറ്റക്കെട്ട്? ജനത്തെ വിടുവിക്കുന്ന ഒരുത്തനെ വിരോധിക്കാൻ. എന്തായി ചെയ്യും? ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഇത് കേട്ടേച്ച് പോകരുത് പ്രിയരെ. കുറഞ്ഞ പക്ഷം അയൽ സഭകൾ ഒരേ ഉപദേശം പറയുന്നത്, എല്ലാവരും തമ്മിൽ ഒരു ഐക്യത, കർത്തൃദാസന്മാർ തമ്മിൽ, ഹായ് പാസ്റ്റർ, how are you doing, how is your family doing? No. എന്തൊരു സന്തോഷമല്ലേ അത്! ഉപദേശിമാരെല്ലാം കൂടെ ഐക്യതയില്, ജനമെല്ലാം ഐക്യതയില്, അങ്ങനെ യോഗങ്ങളൊക്കെ അങ്ങോട്ട് വയ്ക്കുക. അതല്ലേ ഉണർവ്. ഇത് കണ്ടിട്ട് നാട്ടുകാരൻ വരണം. ഇത് നാട്ടുകാരന് വരാനൊക്കത്തില്ല. എത്ര ആളുകൾക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട സമൂഹത്തിൽ വരണമെന്നുണ്ട്. ചിലർ ചോദിക്കും, പക്ഷേ എങ്ങോട്ടായി പോകണ്ടി? അതിന് നിങ്ങൾ മറുപടി പറ, എങ്ങോട്ട് പോകണം? പ്രൈസ് ദി ലോർഡ്. ഇനി പുതിയ ഒന്ന് തുടങ്ങിയാലോ? അവിടെ ഇത് തന്നെ. സ്തോത്രം. കർത്താവിന്റെ മറുപടി, യേശു അവനോട്, വിരോധിക്കരുത്. നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ലോകത്തിന്റെ സിസ്റ്റത്തിന് വിപരീതമായത്. ലോകത്തിന്റെ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ യു ആർ ദ ബോസ്, ഇടിച്ചു നിൽക്കണമെന്ന് പറയും, വേറെ ആരുമല്ല. ഫ്ലയറിലൊക്കെ തന്നെ എൻ്റെ പടമുണ്ട്, പടം കൊച്ചതായില്ലേ? പടം നമ്മുടെ പടം നമ്മുടേതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വലിയ മാനസാന്തരം കർത്താവ് തരട്ടെ പ്രിയപ്പെട്ടവരെ. ഉണർവിനെ ദൈവം അയക്കട്ടെ. കർത്താവ് ഈ വചനത്താൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ശുദ്ധീകരിക്കട്ടെ, ഉണർത്തട്ടെ. ഗോഡ് ബ്ലസ് യു.